നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ റിവിഷൻ 3ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് മെറ്റീരിയൽസ്, നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ്? അതിൽ ഫസ്റ്റ് എലമെൻ്റ് ആണ് മെറ്റീരിയൽ. 3 എലമെൻറ്റ്സ് ആണ് മെയിനായിട്ട് പറയുന്നത്: മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. അപ്പം ഈ ഒരു 3 എലമെൻറ്റ്സിൻ്റെ അതിന് ഓരോന്നിനെ പറ്റിയിട്ടും ഓരോ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് എലമെൻ്റ് ആണ് എന്ത്? മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. എന്താണ്? ഫസ്റ്റ് കോസ്റ്റ് എലമെൻ്റ് ആണ്. അപ്പം ഇതിൽ നമ്മൾ നടത്തുന്നത് തന്നെ റിവിഷൻ എന്ന രീതിയിലാണ്. ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവുകയല്ല, അത് ഓരോ ഭാഗത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. മെറ്റീരിയൽസ് ആർ ദി ബേസിക് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. ഈ ഒരു ഭാഗത്തുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സുകളാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഇപ്പം മെറ്റീരിയൽസ് ആർ തിങ്സ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ആൻ ആർട്ടിക്കിൾ ഓർ പ്രൊവൈഡിങ് എ സർവീസ്. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്സ് ആണ് അല്ലേ? യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ആൻ ആർട്ടിക്കിൾ അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് എ സർവീസ്. സർവീസ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെയോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? യൂസ് ചെയ്യുന്ന തിങ്സിനെയാണ് എന്ത് പറയുന്നത്? മെറ്റീരിയൽസ് എന്ന് പറയുക. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്, നമ്മൾ മെറ്റീരിയൽസ് എന്ന് പറയുന്ന സമയത്ത് റോ മെറ്റീരിയൽ മാത്രം ഓർത്താൽ പോരാ. റോ മെറ്റീരിയൽസ് ഉണ്ടാവും, അതേപോലെ അതിൻ്റെ കമ്പണൻസ് ഉണ്ടാവും, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, മെയിൻ്റനൻസ് മെറ്റീരിയൽ, ടൂൾസ് ഉണ്ടാവാം, പ്രൈമറി പാക്കേജിങ് മെറ്റീരിയൽസ്. അപ്പം പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽസ് ഒക്കെ മെറ്റീരിയൽസിലാണ് ഉൾപ്പെടുന്നത്. ഇതൊക്കെ അപ്പം മെറ്റീരിയൽസ് എന്ന് പറയുന്നത് സർവീസിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തിങ്സിനെയാണ് മെറ്റീരിയൽസിന് മീൻ ചെയ്യുന്നത്. അപ്പം ഇതിൽ പ്രധാനമായിട്ട് മെറ്റീരിയൽ എന്താണെന്ന് നോക്കണം. അതേപോലെ വേറൊരു ടേമാണ് സ്റ്റോഴ്സ്. സ്റ്റോഴ്സ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ബട്ട് ഓൾസോ അതർ ഐറ്റം ഹെൽഡ് ഇൻ സ്റ്റോക്ക് ഇൻ ദ സ്റ്റോർ റൂം സച്ച് ആസ് കമ്പണൻസ്, ടൂൾസ്, പാറ്റേൺ, മെയിൻ്റനൻസ് മെറ്റീരിയൽ, പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇപ്പം റോ മെറ്റീരിയൽസ് മാത്രമല്ല സ്റ്റോറിൽ. ഇപ്പം സ്റ്റോറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് കമ്പണൻസ് ഉണ്ടാവാം, ടൂൾസ്, പാറ്റേൺസ്, ഈ കാര്യങ്ങളൊക്കെ സ്റ്റോറിൽ ഉണ്ടാവാം. സ്റ്റോർ മീൻസ് എന്താണ്? നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽ അതിൻ്റെ കമ്പോണൻസുകളെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് നമ്മൾ പറയുന്നത്? സ്റ്റോഴ്സിന് മീൻ ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക്. ഇപ്പം ഒരു ബിസിനസ്സിലാണെങ്കിലും റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് ആണെങ്കിലും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ സ്റ്റോക്ക് ആണെങ്കിലും അതിൻ്റെ ഒരു ഏതൊരു ബിസിനസ് ആണെങ്കിലും അതിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് എവരി എൻ്റർപ്രൈസ് നീഡ്സ് ആൻ ഇൻവെൻട്രി. അപ്പം സ്റ്റോക്ക് ആവശ്യമാണ്. അപ്പം ഈ സ്റ്റോക്കാണ് എന്ത്? ഇൻവെൻട്രി എന്ന് പറയുന്നത്. അപ്പം 3 ടേംസ് നമ്മൾ മെറ്റീരിയൽസ് എന്താണെന്നും സ്റ്റോറ് അതേപോലെ ഇൻവെൻട്രി. പിന്നെ ഈ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. അപ്പം ഏതൊക്കെ തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് നോക്കാം. അതിൽ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ടാവാം, ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവാം. അതിൽ ഫസ്റ്റ് വൺ ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആ പ്രൊഡക്ഷൻ്റെ ഡയറക്റ്റായിട്ട് അതിലേക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ടെക്സ്റ്റൈൽസിനാണെങ്കിൽ എന്താണ്? കോട്ടൺ ആണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മെയിനായിട്ടും അതിലേക്ക് യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാം. വിച്ച് ആർ ഡയറക്റ്റ്ലി എൻറ്ററിങ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് ബിക്കം എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. പ്രൈമറി ഇതിൽ പറയുന്നുണ്ട്, ഇൻ ഷോർട്ട് a readily identifiable part of product is direct material, leather in shoe making, wood in furniture. അപ്പോൾ ഫർണിച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വുഡാണ് യൂസ് ചെയ്യാൻ നമുക്കറിയാം. അതേപോലെ ടെക്സ്റ്റൈൽസിന് വേണ്ടിയിട്ട് കോട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്, ഷൂവിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ലെതറാണ്. അങ്ങനെ മെയിൻ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് എന്ത്? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷനിൽ
ചെറിയ ഒരു അളവ് മാത്രമേ ആ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുള്ളൂവെങ്കിൽ, ഇപ്പോൾ മെയിനായിട്ടുള്ളതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു. എന്നാൽ സ്മോൾ ക്വാണ്ടിറ്റിയാണ് പ്രൊഡക്ഷനിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ അത്തരം മെറ്റീരിയൽസിനൊക്കെ എന്ത് പറയാം? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാം. മെറ്റീരിയൽസ് വിച്ച് കനോട്ട് ബി ഡയറക്റ്റഡ് ചാർജ് ടു പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിലേക്ക് ഡയറക്റ്റായിട്ട് ചാർജ് ചെയ്യാത്ത, അല്ലെങ്കിൽ അതിൻ്റെ മെയിനായിട്ട് വരാത്ത മെറ്റീരിയൽസാണ്. നോട്ട് ഫോം എ പാർട്ട് ഓഫ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ദേ ആർ യൂസ്ഡ് വെരി സ്മോൾ ക്വാണ്ടിറ്റി ആൻഡ് ഓഫ് എ വെരി സ്മോൾ വാല്യൂ. ആ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഒരു സ്മോൾ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്മോൾ വാല്യൂ മാത്രമാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ തന്നെ പറയുന്നുണ്ട്. ഗ്ലൂ ഇൻ ബുക്ക് ബൈൻഡിങ്, നട്ട്സ്, പിൻസ്, സ്ക്രൂ. ഇപ്പം എന്തെങ്കിലും ഒരു മെഷീൻസൊക്കെ പ്രൊഡക്ഷൻ നടത്തുകയാണെങ്കിൽ അതിൽ സ്ക്രൂ, നട്ട്സുകളൊക്കെ കുറഞ്ഞ രീതിയിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അതേപോലെ ബുക്ക് ബൈൻഡിങ്ങിനാണെങ്കിൽ ഗ്ലൂ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ചെറിയൊരു വാല്യൂ മാത്രമേ അതിലേക്ക് വരുന്നുള്ളൂ. അപ്പം ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ പുറമെ എന്താണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയലും കൂടി യൂസ് ചെയ്തിട്ടാണ് ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് എത്തുന്നത്. ഈ ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്. അപ്പം ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതിൽ വേറൊരു ടേമാണ് മെറ്റീരിയൽ കൺട്രോൾ. ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് ആണെങ്കിലും ഇൻഡയറക്റ്റ് ആണെങ്കിലും മെറ്റീരിയൽ എല്ലാം യഥാസമയത്ത് അതിൻ്റെ കൺട്രോളിങ് വരണം. അതാണ് മെറ്റീരിയൽ കൺട്രോൾ. അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് മാത്രം ഒന്ന് നോക്കാം. Material control may be defined as providing the right quantity of materials of right quality. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ റൈറ്റ് ക്വാണ്ടിറ്റിയിലും അതേപോലെ റൈറ്റ് ക്വാളിറ്റിയുള്ള സാധനമായിരിക്കണം. ആൻഡ് റിജിഡ് ടൈം ആൻഡ് പ്ലേസ് അറ്റ് ദ മിനിമം കോസ്റ്റ്. മിനിമം കോസ്റ്റിലേക്ക് വരുന്ന രീതിയിൽ റൈറ്റ് പ്ലേസിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വാളിറ്റിയിൽ അതേപോലെ ബെസ്റ്റ് ക്വാണ്ടിറ്റി റൈറ്റ് ക്വാണ്ടിറ്റിയിലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മെറ്റീരിയൽ കൺട്രോൾ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഷൂ മേക്കിങ്ങിന് ലെതർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലെതർ അതിൻ്റെ ഒരു അളവ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അതൊരു ക്വാണ്ടിറ്റി ബേസ് ചെയ്തുകൊണ്ട് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുക. ഒരു ഷൂവിന് വേണ്ടിയിട്ട് തന്നെ കൂടുതൽ ലെതർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും? ലോസ് ഉണ്ടാവാം. മെറ്റീരിയൽ എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. അത് റൈറ്റ് ക്വാളിറ്റി ഉണ്ടാവണം. അതേപോലെ റൈറ്റ് ടൈമിൽ എന്ത് ചെയ്യുക? അവൈലബിൾ ആക്കുക. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് മെറ്റീരിയൽ കൺട്രോൾ. ഈ ഒരു പോയിന്റ് പഠിച്ചിട്ട് വെക്കുക. എന്താണ് മെറ്റീരിയൽ കൺട്രോൾ? പിന്നെ ഈ മെറ്റീരിയൽ കൺട്രോളിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്. നമുക്കറിയാം, ഇറ്റ് മിനിമൈസ് വേസ്റ്റ്. മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്? വേസ്റ്റ് മിനിമൈസ് ചെയ്യാൻ പറ്റും. ലീഡ്സ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ടൈഡ് അപ്പ് ഇൻവെൻട്രീസിൻ്റെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജസുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ്, മെറ്റീരിയൽ കൺട്രോൾ എന്താണെന്നുള്ളതും. പിന്നെ ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മെറ്റീരിയൽ കൺട്രോൾ. എങ്ങനെ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യാം, അതിൻ്റെ പ്രോസസ്സ്. ഇപ്പം ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കൺട്രോൾ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സ് ഏതൊക്കെയാണ്? അതിൽ പർച്ചേസിങ്, ഫസ്റ്റ് തന്നെ മെറ്റീരിയൽ പർച്ചേസിങ്, റിസീവിങ്, പിന്നെ മെറ്റീരിയൽസിൻ്റെ സ്റ്റോറേജ്, അതിൻ്റെ ഇഷ്യൂ. ഈ രീതിയിലാണ് പ്രോസസ്സ് പറയുന്നത്. അപ്പം ഓരോ പ്രോസസ്സും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് നോക്കാം പർച്ചേസിങ്. മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ് എന്ത്? ഫസ്റ്റ് പ്രോസസ്സാണ് പർച്ചേസിങ്. അപ്പം മെറ്റീരിയൽ പർച്ചേസിങ്, ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്ന രീതികൾ. പർച്ചേസിംഗ് എന്ന് പറയുന്നതിൽ പറയുന്നുണ്ട്, ഈസ് ആൻ ആർട്ട്. റോങ് പർച്ചേസ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഇപ്പോൾ നമ്മൾ എന്തൊരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ റോങ് പർച്ചേസ് ആണെങ്കിൽ ഫുള്ള് നഷ്ടമായിരിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഏത് മെറ്റീരിയലിൻ്റെ ആണെങ്കിലും കോസ്റ്റ് കൂടും. ക്വാളിറ്റി കുറവുള്ള മെറ്റീരിയൽ ആണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതേപോലെ കൂടുതൽ പ്രൈസ് കൊടുത്തിട്ട്, ക്വാളിറ്റി കുറവുള്ള സാധനം കൂടുതൽ പ്രൈസ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇൻക്രീസ് ചെയ്യാൻ കാരണമാവും. അപ്പം ദെർഫോർ ദ ഫങ്ഷൻ ഓഫ് പർച്ചേസിങ് ഷുഡ് ബി ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി പെർഫോംഡ്. ഈ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ്
മാനേജ് ചെയ്യുന്നതിലുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പം പർച്ചേസിങ്ങിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ടൈപ്സ് ഓഫ് പർച്ചേസിങ്. ഏതൊക്കെ രീതിയിലുള്ള പർച്ചേസിങ് ഉണ്ടാവും? പർച്ചേസ് കൺട്രോളിങ്, അതായത് മെറ്റീരിയൽ കൺട്രോളിങ്ങിലെ ഫസ്റ്റ് പ്രോസസ്സാണ് പർച്ചേസിങ് എന്ന് പറയുന്നത്. അപ്പം പർച്ചേസിങ് തന്നെ സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും ഉണ്ട്. അതിലെന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് ബൈയിങ് എന്ന് പറയാം. In large concern, usually there will be a separate department called purchase department to purchase material. അപ്പം ഒരു ലാർജ് ഫേമൊക്കെ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ വാങ്ങുകയാണെങ്കിലും ആ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അത്തരം പർച്ചേസിങ് ആണ് എന്ത്? സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. അവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പർച്ചേസ് ചെയ്യണമെന്നില്ല. ഇപ്പം ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ അതേപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കോ ഒക്കെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോൾഡ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പർച്ചേസ് മെറ്റീരിയൽസ്. ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വിൽ പർച്ചേസ് മെറ്റീരിയൽസ് ഫോർ ദി എൻറ്റയർ ഓർഗനൈസേഷൻ. അതാണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്. ആ ഒരു ഓർഗനൈസേഷനിലേക്ക് ആവശ്യമുള്ള എല്ലാ പർച്ചേസിങ്ങും എവിടെ മാത്രമേ നടക്കുന്നുള്ളൂ? ഈ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം സെൻട്രലൈസ്ഡ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള പർച്ചേസിങ് ആണ് എന്ത്? സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. ഓർഗനൈസേഷൻ എൻറ്റയർ ഓർഗനൈസേഷനിലുള്ള പർച്ചേസിങ്ങും ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം സെൻട്രലൈസ് ചെയ്തിട്ടുള്ള പർച്ചേസിങ്. അതിൻ്റെയും കുറേ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. നമ്മൾ കൂടുതലായിട്ട് എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് എന്ന് പറഞ്ഞു പോവുകയാണ്. കുറേ നമുക്ക് അറിയാം, സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആവുന്ന സമയത്ത് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും, അതേപോലെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും, ഒരേപോലെയുള്ള മെറ്റീരിയൽസ് ആണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതായത് ചില ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാത്രമാണ് സാധനങ്ങൾ വരുന്നതെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എല്ലാം ഇത് സെയിം ആയിരിക്കും, അല്ലെങ്കിൽ പല സ്ഥലത്തേക്കാവുന്ന സമയത്താണ് പല വ്യത്യാസങ്ങളും വരുന്നത്. അപ്പം ഇതൊക്കെ ഒരു ഇഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഇൻവെൻട്രീസ്, ഇങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ഉണ്ട്. അതേപോലെ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും പറയുന്നുണ്ട്. എന്താണ്? മെറ്റീരിയൽസ് കിട്ടാൻ കുറച്ച് ഡിലേ ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ ഡിഫറെൻറ്റ് പ്ലേസസ് വിച്ച് ആർ ഫാർ, അതായത് പല സ്ഥലങ്ങളിലേക്കും വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും? അത് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ പല ഡിസഡ്വാൻറ്റേജസും പറയുന്നു. അപ്പോൾ എന്താണ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്? അതേപോലെ നെക്സ്റ്റ് ടൈപ്സ് ഓഫ് പർച്ചേസിങ്ങിൽ രണ്ടെണ്ണമാണ് പറയുന്നത്, സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും. അപ്പം സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്. അതിൽ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് മേക്സ് ഇറ്റ്സ് ഓൺ പർച്ചേസ്. നമ്മൾ പറഞ്ഞ ഒരു ഓർഗനൈസേഷനിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഓർഗനൈസേഷനിലേക്ക് മൊത്തമുള്ള സാധനങ്ങൾ ഒരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റ് വഴി പർച്ചേസ് ചെയ്യുകയാണ് സെൻട്രലൈസ്ഡ് പർച്ചേസ്. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർ സ്വന്തം എന്ത് ചെയ്യാണ്? പർച്ചേസ് ചെയ്യണം. ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം പർച്ചേസിങ് ഒതുങ്ങുന്നില്ല, അത് സ്പ്രെഡ് ചെയ്ത് പറയുന്നത് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് മേക്സ് ഇറ്റ്സ് ഓൺ പർച്ചേസ്. അണ്ടർ ദിസ് സിസ്റ്റം പർച്ചേസ് ഫംഗ്ഷൻ ഈസ് ഡീസെൻട്രലൈസ്ഡ്. നമുക്കറിയാം, സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. എന്നാൽ ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രമല്ല അതിൻ്റെ കേന്ദ്രീകരണം, അതെന്താണ്? ഡീസെൻട്രലൈസ്, അത് താഴോട്ടേക്കൊക്കെ എന്ത് വരുന്നത്? അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പർച്ചേസ് ചെയ്യുക. ആ രീതിയാണ് എന്ത്? ഡീസെൻട്രലൈസ്ഡ് പർച്ചേസ്. അപ്പം മെറ്റീരിയൽ കൺട്രോളിങ്ങിലുള്ള ഫസ്റ്റ് പ്രോസസ്സസാണ് പർച്ചേസിങ്. പർച്ചേസിങ് തന്നെ രണ്ട് തരത്തിൽ നമ്മൾ പറഞ്ഞു, സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും. അതാണ് ആ ഒരു ഭാഗത്തുള്ള ഇമ്പോർട്ടൻ്റ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് പർച്ചേസ് പ്രൊസീജിയറാണ്. ഇപ്പം മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് ജസ്റ്റ് അങ്ങോട്ട് പർച്ചേസ് ചെയ്യാന്നുള്ളതിനപ്പുറം അതിൻ്റെ ഒരു പർച്ചേസ് പ്രൊസീജിയർ ഉണ്ട്. വലിയ സ്ഥാപനങ്ങളൊക്കെ ആവുന്ന സമയത്ത് ബൾക്കായിട്ട് കുറേ മെറ്റീരിയൽസ് എന്ത് ചെയ്യേണ്ടി വരും? ഒന്നിച്ച് പർച്ചേസ് ചെയ്യേണ്ടി വരും. വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ
അവിടെ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തും. ആ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ടുള്ള റോ മെറ്റീരിയൽ ഓരോ ഇതും എന്ത് ചെയ്യേണ്ടി വരും, പർച്ചേസ് ചെയ്യേണ്ടി വരും. ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ളൊരു പ്രൊസീജിയർ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു പർച്ചേസ് പ്രൊസീജിയർ അല്ലെങ്കിൽ പർച്ചേസ് കൺട്രോളിങ്ങിൽ വരുന്ന ഭാഗം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണെന്ന് നോക്കാം. അത് ഇതിൽ തന്നെ പറയുന്നുണ്ട്. പർച്ചേസ് പ്രൊസീജിയർ മേ ഡിഫർ ഫ്രം ഫേം ടു ഫേം. ദ ബേസിക് സ്റ്റെപ്പ്, അതായത് ഓരോ ഫേമിനും പർച്ചേസ് പ്രൊസീജിയർ ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് ഓരോ പോയിന്റിലും എന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി പോകാം. ഫസ്റ്റ് തന്നെ എന്താണ്, റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ. മെറ്റീരിയൽ വാങ്ങുന്ന സമയത്ത് ആദ്യം തന്നെ എന്ത് വേണം, പർച്ചേസ് റിക്വസിഷൻ കിട്ടിയിരിക്കണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന്. ഇനി ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങുകയാണെങ്കിലും പർച്ചേസ്, അതാണ് അതിൽ എന്താണ് പറയുന്നത് മെയിനായിട്ടുള്ള പോയിന്റ്. പർച്ചേസ് റിക്വസിഷൻ ഈസ് ഫോർമൽ റിക്വസ്റ്റ് ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പർച്ചേസ് മെറ്റീരിയൽ സ്പെസിഫൈഡ് ഇൻ ഇറ്റ്. അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അല്ലെങ്കിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വേണം, എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമുണ്ട്, എന്തൊക്കെയാണ് വാങ്ങേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഫോർമൽ റിക്വസ്റ്റ് ആയിട്ട് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തിരിക്കണം. ഇത്ര മെറ്റീരിയൽ ഇത്ര അളവിൽ വേണം, അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റിയിൽ ഇത്ര ക്വാളിറ്റിയിൽ വേണം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഇത്രയൊക്കെ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇത്രയൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് ഒരു ഫോർമൽ റിക്വസ്റ്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഫസ്റ്റിൽ എന്ത് ചെയ്തിരിക്കണം, പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതാണ് ഫസ്റ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ്. റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ, എന്തൊക്കെ ഗുഡ്സുകളാണ്, എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് എന്നുള്ളത് ഫോർമലായിട്ട് ഒരു റിക്വസ്റ്റ് കിട്ടുക എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് പറയുന്നത് ഇൻവൈറ്റിംഗ് കൊട്ടേഷൻസ് ആൻഡ് ടെൻഡർ. എത്രത്തോളം മെറ്റീരിയൽസ് ആണ് ആവശ്യമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിക്വസ്റ്റ് വരികയാണ് ഇത്ര സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇൻവൈറ്റിംഗ് കൊട്ടേഷൻ ആൻഡ് ടെൻഡർ. കൊട്ടേഷൻ ക്ഷണിക്കുക അല്ലെങ്കിൽ ടെൻഡർ ക്ഷണിക്കുക. എന്താണ് കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കൊട്ടേഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പല സ്ഥാപനങ്ങളിൽ നിന്നും എന്ത് ചെയ്യും, കൊട്ടേഷൻ വാങ്ങിയിട്ട് നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അവിടെ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, പർച്ചേസ് ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് ഇൻവൈറ്റിംഗ് കൊട്ടേഷൻസ്. എന്താണ് കൊട്ടേഷൻസ് എന്ന് പറയുന്നത്, റെസിപ്റ്റ് ഓഫ് പർച്ചേസ് റിക്വസിഷൻ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെലക്ട് സപ്ലയർ ഫ്രം ഹും മെറ്റീരിയൽ ആർ ടു ബി പർച്ചേസ്ഡ്. റിക്വസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുന്നുള്ളത് എന്ത് ചെയ്യാണ്, സപ്ലയറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊട്ടേഷനും അതേപോലെ ടെൻഡേഴ്സൊക്കെ ക്ഷണിക്കുന്നത്. അപ്പം ഓരോ സ്ഥാപനങ്ങളിൽ നിന്നും ഇത്ര മെറ്റീരിയലിന് ഇത്ര എമൗണ്ട് ആണ് എന്നുള്ള കൊട്ടേഷൻ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അതിൽ നിന്ന് ഏത് സപ്ലയർ എടുത്താണ് കുറവ് പ്രൈസ് ഉള്ളത്, അതേപോലെ ഏത് സപ്ലയർ എടുത്താണ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉള്ളത്. ഇപ്പം പ്രൈസിൻ്റെ വ്യത്യാസം, പല വ്യത്യാസങ്ങളും ഉണ്ടാകും. അതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, സപ്ലയറെ സെലക്ട് ചെയ്യുക. എന്താണ് ടെൻഡർ ക്ഷണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെൻഡർ ഈസ് റിട്ടേൺ ലെറ്റർ. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ഓർ അഡ്വർടൈസ്മെൻറ്റ് ഗിവൺ ഇൻ ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പറിൽ എന്ത് ചെയ്യാണ്, അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണ്. ഇൻവൈറ്റിംഗ് ദ പ്രോസ്പെക്റ്റീവ് സപ്ലയർ ടു കോഡ് ദർ ലോവസ്റ്റ് പ്രൈസ് ആൻഡ് അതർ ടേം ആൻഡ് കണ്ടീഷൻസ്. ഇപ്പോൾ നമ്മളെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയൊക്കെ സാധനം വേണം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പറിൽ എന്ത് ചെയ്യും, ഒരു അഡ്വർടൈസ്മെൻ്റ് ആക്കിയിട്ട് കൊടുക്കുക. അതായത് സപ്ലയർ ക്ഷണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, പ്രോസ്പെക്റ്റീവ് സപ്ലയർ ടു കോഡ് ദർ ലോവസ്റ്റ് പ്രൈസ്. അപ്പം ഏത് സപ്ലയറിൽ അടുത്തുനിന്ന് വാങ്ങണം എന്നുള്ളത് നമുക്ക് കൂടുതൽ സപ്ലയേഴ്സിനെ ലഭിക്കാൻ എന്താണ് ഒരു വഴിയായിട്ട് എന്ത് ചെയ്യാം, ടെൻഡർ ക്ഷണിക്കാം. എങ്ങനെ, ന്യൂസ് പേപ്പറിൽ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന ലെറ്ററാണ് എന്ത്, ടെൻഡർ എന്ന് പറയുന്നത്. ഇങ്ങനെ കൊട്ടേഷൻ ക്ഷണിച്ച് അല്ലെങ്കിൽ ടെൻഡർ ക്ഷണിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞത്, സെലക്ടിങ് ദ സപ്ലയർ. ഇങ്ങനെ കുറേ റിക്വസ്റ്റിൻ്റെ ബേസിൽ കുറേ സപ്ലയേഴ്സിൻ്റെ നെയിമൊക്കെ കിട്ടി, ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള സപ്ലയർ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ലോവസ്റ്റ് പ്രൈസ് നോക്കിയിട്ടോ ഫേവറബിൾ ടേം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേണ്ട ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അത് ചില
സപ്ലയേഴ്സ് പെട്ടെന്ന് എത്തിച്ചു തരും, ചില സപ്ലയേഴ്സ് അത് ഡിലേ ആവുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം ബേസ് ചെയ്തുകൊണ്ടും, അതേപോലെ ക്വാളിറ്റി, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട്, പോലെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നോക്കിയിട്ടൊക്കെ എന്ത് ചെയ്യാം, ഏത് സപ്ലയറുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് വാങ്ങണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് പ്രൊസീജിയർ പ്ലേസിങ് പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ എവിടെ നിന്നാണ്, അതിനൊരു പ്ലേസിങ് ഉണ്ടാവും. ആൻ ഓർഡർ ഓഫ് പർച്ചേസ് ഈസ് പ്ലേസ്ഡ്. പർച്ചേസ് ഓർഡർ ഈസ് ആൻ ഓർഡർ പ്ലേസ്ഡ് വിത്ത് ദ സപ്ലയർ ആസ്കിങ് ഹിം ടു ഡെലിവർ ദ മെറ്റീരിയൽ. അപ്പം ഏത് സ്ഥലത്തിൽ നിന്ന് ഏത് സ്ഥലത്തേക്കാണ് മെറ്റീരിയൽ ഡെലിവർ ചെയ്യേണ്ടത് എങ്കിൽ ആ ഒരു പ്ലേസിങ് എന്ത് ചെയ്യാണ്, ഫിക്സ് ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പം 4 സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് റിക്വസിഷൻ, എന്തൊക്കെ പ്രൊഡക്റ്റ് വേണം എന്നുള്ളത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും റിക്വസ്റ്റ് റിട്ടേൺ ആയിട്ട് ഫോമലായിട്ട് വാങ്ങണം. എന്നിട്ട് കൊട്ടേഷൻ ക്ഷണിക്കണം. പിന്നെ ബെസ്റ്റ് സപ്ലയറെ സെലക്ട് ചെയ്യണം. എന്നിട്ട് പ്ലേസിങ്, പ്രൈസ്, ഓർഡർ ഫിക്സ് ചെയ്യണം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് റിസീവിങ് മെറ്റീരിയൽസ്. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽസ് കിട്ടുന്നത്. അപ്പം മെറ്റീരിയൽസ് അത് വാങ്ങാന്നുള്ളതും, അല്ലെങ്കിൽ ഏത് നമ്മൾ പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ആഫ്റ്റർ വെരിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ദ റിസീവിങ് ക്ലർക്ക് വിൽ പ്രിപ്പയർ എ റിപ്പോർട്ട് ഓർ ഡോക്യുമെൻറ്റ് കോൾഡ് മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട്. അപ്പം നമുക്ക് അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ക്ലർക്ക് അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിനെയാണ് ഗുഡ്സ് റിസീവ്ഡ് നോട്ട് എന്ന് പറയാം. അപ്പം ഗുഡ്സ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ പറയുന്നത് ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസ് എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതിനെ ഇൻസ്പെക്ഷൻ നടത്തണം. സെപ്പറേറ്റ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് സെൻഡ് ടു ദ മെറ്റീരിയൽ അലോങ് വിത്ത് ദ കോപ്പി ഓഫ് ദി ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഇൻ ദ ഇൻസ്പെക്ഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഗുഡ്സുകളൊക്കെ തന്നെയാണോ കിട്ടിയിട്ടുള്ളത്, അതേപോലെ പ്രൈസിൽ എങ്ങനെയൊക്കെയാണുള്ളത്, അപ്പം ഇത്രയും ക്വാണ്ടിറ്റി ഉറപ്പ് വരുത്തുക. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യാം, മെറ്റീരിയൽസിൻ്റെ ഇൻസ്പെക്ഷൻ നടത്തിയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ലാസ്റ്റ് ചെക്കിംഗ് ദ ഇൻവോയ്സ് ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ്. അതിൻ്റെ ഇൻവോയ്സ് എല്ലാം എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തതിൻ്റെ ശേഷം എന്താണ് പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളത്. ഇത്രയുമാണ് എന്ത് പർച്ചേസിങ് പ്രൊസീജിയറായിട്ട് പറയുന്നത്. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പർച്ചേസിങ് പ്രൊസീജിയർ നമുക്കൊന്നും കൂടി നോക്കാം. ഫസ്റ്റ് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ വേണമെന്നുള്ള റിക്വസ്റ്റ് വാങ്ങുക, എന്നിട്ട് കൊട്ടേഷൻ ക്ഷണിക്കണം. പിന്നെ സപ്ലയറെ സെലക്ട് ചെയ്യുന്നു. പിന്നെ പ്ലേസിങ്, പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെ മെറ്റീരിയൽസ് റിസീവിങ്, പിന്നെ ഇൻസ്പെക്ഷൻ മെറ്റീരിയൽ, പിന്നെ ചെക്കിംഗ് ദി ഇൻവോയ്സ് ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ്. ഇത് എസ്സേക്കൊക്കെ വരുന്ന ഒരു ഭാഗമാണ് പർച്ചേസിങ് പ്രൊസീജിയർ. പിന്നെ അതിൽ വേറൊരു ഭാഗം നമ്മളെ മെറ്റീരിയൽസിൻ്റെ ഭാഗത്ത് വേറെ വരുന്നതാണ് സ്റ്റോഴ്സ് കൺട്രോൾ, അല്ലെങ്കിൽ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസിൻ്റെ സ്റ്റോറേജിൻ്റെ കൺട്രോളാണ് പറയുന്നത്. അതിലും പ്രധാനമായിട്ട് വരുന്നത് ഇതിൻ്റെ ഒരു മീനിങ് മാത്രം ഓർത്ത് വെക്കുക. കൺട്രോൾ ഓവർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ്. ഇറ്റ് റെഫേഴ്സ് ടു കീപ്പിംഗ് ഓഫ് മെറ്റീരിയൽസ് പർച്ചേസ്ഡ് അണ്ടർ സേഫ് കസ്റ്റഡി ടിൽ ദേ ആർ യൂസ്ഡ് ഫോർ പ്രൊഡക്ഷൻ. മെറ്റീരിയൽ ഒരു പ്രൊഡക്ഷനിലേക്ക് എത്തുന്നത് വരെ അതിനെ സേഫായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി, അതാണ് എന്ത് സ്റ്റോഴ്സ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ മെറ്റീരിയൽ അതിൻ്റെ ലാസ്റ്റിലേക്ക് എത്തുന്നത് വരെ, അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യുക, അതിനെ കൺട്രോൾ ചെയ്യുകയാണ്. ഫങ്ഷൻസ്, ഡ്യൂട്ടീസ് അല്ലെങ്കിൽ സ്റ്റോഴ്സ്, അതിന് സെപ്പറേറ്റ് സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പം മെറ്റീരിയൽസിന് എന്ത് ചെയ്യുക, ഒരു സേഫായിട്ട് കൺട്രോൾ ചെയ്യുകയാണ്. അപ്പം സ്റ്റോറിൽ പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം സ്റ്റോർ കീപ്പറുടെ ഫങ്ഷൻസ് പറയുന്നുണ്ട്. ടു ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻ, പർച്ചേസ് മെറ്റീരിയൽ, ഇത് കുറച്ച്. അതിൽ വേറൊരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ടൈപ്സ് ഓഫ് സ്റ്റോഴ്സ് ആണ്. ഈ സ്റ്റോറുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് സൂക്ഷിച്ച് വെക്കുന്ന സ്റ്റോറുകൾ 2 രീതിയിൽ പറയുന്നുണ്ട്. നമ്മൾ സെൻട്രലൈസ്ഡ് സ്റ്റോറും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറും. സെൻട്രലൈസ്ഡ് സ്റ്റോറിൽ പറയുന്നത് ഓൾ ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് സപ്ലൈസ് റിക്വയർഡ് ഫോർ ഓൾ ഡിപ്പാർട്ട്മെൻറ്റ് ആർ സ്റ്റോർഡ് അറ്റ് വൺ പ്ലേസ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സാധനങ്ങളും ഒരൊറ്റ സ്ഥലത്ത് എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്, സെൻട്രലൈസ്ഡ് സ്റ്റോറിന് പറയുന്നത്. എന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ.
ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്ത് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ. അതാണ് പറയുന്നത് സെപ്പറേറ്റ് സ്റ്റോർ റൂം ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും സെപ്പറേറ്റ് സ്റ്റോർ റൂം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കും. ഇപ്പം സ്റ്റോറേജിൻ്റെത് രണ്ടെണ്ണമാണ്, സെൻട്രലൈസ്ഡ് സ്റ്റോഴ്സും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോഴ്സുമാണ് പറയുന്നത്. അതേപോലെ സെൻട്രൽ സ്റ്റോഴ്സ് വിത്ത് സബ് സ്റ്റോഴ്സ് അല്ലെങ്കിൽ ഇംപ്രസ്ഡ്, നമ്മൾ ക്യാഷ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇംപ്രസ്ഡ് സിസ്റ്റം. അതേപോലെ സ്റ്റോറിലും എന്താണ് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോഴ്സ്. സെൻട്രലായിട്ട് ഒരു സ്റ്റോർ ഉണ്ടാവും, പിന്നെ അതിൻ്റെ സബ്ബായിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്, അതായത് ഓരോ സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് മെറ്റീരിയൽ കൊണ്ടുപോകേണ്ട സാഹചര്യം വരുന്ന സമയത്ത് സബ് സ്റ്റോറിലും കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കും. എന്നാൽ അത് കഴിയുമ്പം വീണ്ടും സെൻട്രൽ സ്റ്റോറിൽ നിന്നും സബ് സ്റ്റോറിലേക്ക് കൊണ്ടുവരും. ആ ഒരു രീതിയാണ് എന്ത് സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ, രണ്ടും കൂടിയിട്ടുള്ള സിസ്റ്റം. അപ്പം സ്റ്റോഴ്സ് സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ്, അതേപോലെ സബ് സ്റ്റോറായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ബിൻ മീൻസ് എ പ്ലേസ് ഓർ സെക്ഷൻ ദ സ്റ്റോഴ്സ് വെർ മെറ്റീരിയൽ ഓർ ഗുഡ്സ് ആർ കെപ്റ്റ്. മെറ്റീരിയൽ അല്ലെങ്കിൽ ഗുഡ്സ് എവിടെയാണോ സൂക്ഷിച്ചിട്ടുള്ളത് ആ ഒരു പ്ലേസിനെയാണ് എന്ത് പറയുന്നത് ബിന്ന് എന്ന് പറയുന്നത്. Stores will be divided into different sections, each meant for storing particular type of material. Each section is called bin. അപ്പം മെറ്റീരിയൽസ് പല സെക്ഷനായിട്ടായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഓരോ സെക്ഷനെയും ബിൻ എന്നാണ് പറയുന്നത്. ഇപ്പം ബിൻ മീൻസ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്, ബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേസ് എവിടെയാണോ മെറ്റീരിയൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് ആ പ്ലേസിനെയാണ് ബിൻ എന്ന് പറയുന്നത്. ഇപ്പം കുറേ സെക്ഷനിലുണ്ടെങ്കിൽ, ഇപ്പം കുറേ സെപ്പറേറ്റ് സെക്ഷനായിട്ടാണ് ഓരോ രീതിയിലുള്ള മെറ്റീരിയലും സൂക്ഷിച്ച് വെച്ചതെങ്കിൽ ഓരോ സെക്ഷനും എന്താണ് ഓരോ ബിന്നായിട്ടാണ് കണക്കാക്കുന്നത്. ദ ബിൻ ഷുഡ് ബി അപ്രോപ്രിയേറ്റ്ലി നമ്പേർഡ് ഫോർ ഈസി ഐഡൻറ്റിഫിക്കേഷൻ. ഓരോ ബിന്നും അല്ലെങ്കിൽ സെപ്പറേറ്റ് ഷെൽഫ് എന്ന് പറയാം. ഓരോ ഇപ്പോൾ ഒരു ഷെൽഫിൽ ഒരു തരം, നെക്സ്റ്റ് ഷെൽഫിൽ ഇപ്പോൾ നമുക്കറിയാം ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ഓരോ സോപ്പ് മാത്രം ഒരു സ്ഥലത്ത്, പേസ്റ്റ് വേറൊരു സെക്ഷൻ, ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് അല്ലെങ്കിൽ ഓരോ ഷെൽഫായിട്ടായിരിക്കും ഇത് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഓരോ സെപ്പറേറ്റ് സെക്ഷനെയും എന്ത് പറയാം ഓരോ ബിന്ന് എന്ന് പറയുന്നുണ്ട്. ദ ബിൻ ഷുഡ് ബി അപ്രോപ്രിയേറ്റ്ലി നമ്പേർഡ് ഫോർ ഈസിലി. ഓരോ ബിന്നിനും എന്ത് കൊടുക്കുന്നുണ്ട് ഓരോ നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റോഴ്സ് റെക്കോർഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ റെക്കോർഡ്സ് ഇതേപോലെ സ്റ്റോക്ക് കീപ്പറും അതേപോലെ മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റോർ കീപ്പറും വരുന്നുണ്ട്. അതേപോലെ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം സ്റ്റോഴ്സ് റെക്കോർഡിൽ അല്ലെങ്കിൽ ഓരോ ഇങ്ങനെ കെപ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഓരോ മെറ്റീരിയൽസിൻ്റെയും റെക്കോർഡ്സ് എന്ത് ചെയ്തിരിക്കണം സ്റ്റോർ ചെയ്തിരിക്കണം. അതിൽ രണ്ട് തരത്തിലുള്ള റെക്കോർഡ്സ് പറയുന്നുണ്ട്. സ്റ്റോർ കീപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സുകളാണ് ബിൻ കാർഡും അതേപോലെ വേറൊന്ന് പറയുന്നുണ്ട് സ്റ്റോഴ്സ് മെറ്റീരിയൽ കൺട്രോൾ റെക്കോർഡും. പ്രധാനമായിട്ട് ബിൻ കാർഡ്. ബിൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു പ്ലേസാണ്, മെറ്റീരിയൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള സെപ്പറേറ്റ് സെക്ഷനാണ് ഓരോ ബിന്നുകളും. ഇനി ഓരോ ബിന്നിലുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ ഏതാണോ അതിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള കാർഡാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. ബിൻ ഈസ് എ പ്ലേസ്, നമുക്കറിയാം, അല്ലെങ്കിൽ റാക്ക് ഓർ കബോർഡ്. ബിൻ മീൻസ് റാക്ക് ആവാം അല്ലെങ്കിൽ കബോർഡ്, വേർ മെറ്റീരിയൽ ആർ സ്റ്റോർഡ്. എ കാർഡ് ഈസ് attached to each bin for indicating the stock position of the bin. This card is known as bin card. അപ്പം ബിൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷെൽഫിൽ അല്ലെങ്കിൽ ഒരു സെക്ഷനിൽ ഒരു റാക്കിൽ എന്ത് മെറ്റീരിയൽ ആണോ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത് അതിനെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് പൊസിഷനാണ് ബിൻ കാർഡിൽ പറയുന്നത്. ഇപ്പം ഒരു ഷെൽഫിൽ 100 നമ്പർ ആണെങ്കിൽ അതിൽ ഇപ്പം 25
എടുത്തു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തായിരിക്കും, അതിൽ 75 നമ്പർ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പം ഓരോ ബിന്നിലും അടങ്ങിയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് എന്ത്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോക്ക് പൊസിഷൻ ഓഫ് ദ ബിന്നാണ് ബിൻ കാർഡിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ഓർത്ത് വെക്കുക, ബിൻ കാർഡ് എന്താണ്. പിന്നെ അതിൽ ഓരോ ബിൻ കാർഡിൻ്റെയും അതിൽ അഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നുണ്ട്, എന്താണ് ബിൻ കാർഡ് എന്നുള്ളത്. അപ്പോൾ പിന്നെ സ്റ്റോർ കീപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്ന വേറൊരു റെക്കോർഡ്സാണ് മെയിൻറ്റെയിൻഡ് മെറ്റീരിയൽ കൺട്രോൾ റെക്കോർഡ്. ദിസ് ഈസ് കെപ്റ്റ് ഇൻ ലൂസ്ലി ഫോം സിമിലർ ടു ബിൻ കാർഡ്. ബിൻ കാർഡിനെ പോലെ തന്നെ സ്റ്റോർ കീപ്പർ യൂസ് ചെയ്യുന്ന അതേ സെയിം ആയിട്ടുള്ള വേറൊരു റെക്കോർഡ്സാണ് എന്ത്, സ്റ്റോർ മെറ്റീരിയൽ കൺട്രോൾ റെക്കോർഡ്സ്. അപ്പം സ്റ്റോർ കീപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 റെക്കോർഡുകളാണ് ബിൻ കാർഡും സ്റ്റോർ മെയിൻറ്റെയിൻ കൺട്രോൾ റെക്കോർഡ്സും. പിന്നെ അതേപോലെ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ബൈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡാണ് സ്റ്റോഴ്സ് ലെഡ്ജർ. അപ്പം സ്റ്റോഴ്സ് ലെഡ്ജറും ബിൻ കാർഡും വ്യത്യാസമുണ്ട്. സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോറിലുള്ള ഓരോ പ്രൊഡക്റ്റിനും സെപ്പറേറ്റ് ലെഡ്ജർ ആയിരിക്കും ഉണ്ടാവുന്നത്. അതാണ് റെക്കോർഡ്സ് ഷോയിങ് ദ റെസിപ്റ്റ്, ഇഷ്യൂസ് ആൻഡ് ബാലൻസ് ഓഫ് മെറ്റീരിയൽ ബോത്ത് ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ. ഈ ഒരു സ്റ്റോറിലുള്ള ഓരോ മെറ്റീരിയൽസിൻ്റെയും ക്വാണ്ടിറ്റി മാത്രമല്ല, അതിൻ്റെ വാല്യൂ, എത്ര എമൗണ്ടിനുള്ള മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളതിനുള്ള, എത്രത്തോളം മെറ്റീരിയൽ റിസീവ് ചെയ്തു, എത്ര ഇഷ്യൂ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട് ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് എന്ത്, സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത്. പിന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. ബിൻ കാർഡ് നമ്മൾ പറഞ്ഞു എന്താണ്, ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ബിന്നിൽ എന്തൊക്കെ അടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ഷെൽഫിൽ എന്തൊക്കെ ഉണ്ട് എന്നാണ് ബിൻ കാർഡിൽ പറയുന്നത്. എന്നാൽ കോസ്റ്റ് ഓഫീസ്, ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിനെ പറ്റിയും പറയുന്നത് കൊണ്ട് കോസ്റ്റ് ഓഫീസിലാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത്. പിന്നെ ഇറ്റ് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റോർ കീപ്പറാണ് ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ കോസ്റ്റ് ക്ലർക്കാണ് സ്റ്റോഴ്സ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ ബിൻ കാർഡിൽ എത്ര എണ്ണം ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ക്വാണ്ടിറ്റി ഓൺലിയാണ് ബിൻ കാർഡിൽ. എന്നാൽ എന്താണ്, ക്വാണ്ടിറ്റിയും അതിൻ്റെ എമൗണ്ടും ഏതിൽ കാണിക്കണം, സ്റ്റോഴ്സ് ലെഡ്ജറിൽ കാണിക്കണം. ബിൻ കാർഡിൽ ഓരോ ഷെൽഫിലും എത്ര എണ്ണം മെറ്റീരിയൽ ഉണ്ട് എന്ന് മാത്രം കണ്ടാൽ മതി. പിന്നെ എൻട്രീസ് ആർ പോസ്റ്റഡ് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഓരോ എൻട്രിയും പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ പീരിയോഡിക്കലി ആൻഡ് ഇൻ ടോട്ടൽ. ഇപ്പോൾ ഒരു മന്തിലേക്കാണെങ്കിൽ ആ മന്തിൽ മൊത്തം ലെഡ്ജർ എഴുതിയിട്ട് അതിനെ ടോട്ടൽ ചെയ്യും. പിന്നെ പോസ്റ്റഡ് ജസ്റ്റ് ബിഫോർ ദ ട്രാൻസാക്ഷൻ ആർ കെപ്റ്റ്. എൻട്രീസ് പോസ്റ്റഡ് ആഫ്റ്റർ ദ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ്. നോട്ട് എ ബേസിക് അക്കൗണ്ടിങ് റെക്കോർഡ്. ഇത് ഓരോന്ന് സെപ്പറേറ്റ്. ഇത് എന്താണ്, ബിൻ കാർഡ് എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സ് അല്ല, എത്ര എണ്ണം ഉണ്ടെന്ന് മാത്രമാണ് എഴുതുന്നത്. എന്നാൽ ഇവിടെ സ്റ്റോഴ്സ് ലെഡ്ജർ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡ്സുകളാണ്. അപ്പം ഇത്തരം എന്താണ് ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതേപോലെ വേറൊന്നും കൂടിയുണ്ട്, കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സ് മെറ്റീരിയൽ അബ്സ്ട്രാക്റ്റ്. ഇതിൽ അനലിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ ടു ഡിഫറെൻറ്റ് ജോബ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് പീരിയോഡിക്കലി, ഡെയിലിയോ വീക്കിലിയോ മന്ത്ലിയോ ഹാഫ് ഇയർലിയോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. പ്രൊപ്പോസ് ടു അസർട്ടൈൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ ടു ഈച്ച് ജോബ്. ഇറ്റ് ഈസ് കോൾഡ് മെറ്റീരിയൽസ് അനാലിസിസ് ഷീറ്റ് എന്ന് പറയാം. മെറ്റീരിയൽസിനെ അനലൈസ് ചെയ്യുന്ന ഷീറ്റ്, അതാണ് മെറ്റീരിയൽ അബ്സ്ട്രാക്റ്റ്. ഈസ് പ്രിപ്പയർഡ് ഓൺ ദി ബേസിസ് ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്സ്. അപ്പം ഇവിടെ റെക്കോർഡ്സുകൾ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതേപോലെ കോസ്റ്റ് ക്ലർക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ടുള്ള റെക്കോർഡ്സുകൾ. അപ്പം എന്താണ് മെറ്റീരിയൽ, അതേപോലെ അതിൻ്റെ പ്രോസസ്സ്, അതിൻ്റെ മെറ്റീരിയൽ കൺട്രോളിങ്ങിലുള്ള ഫസ്റ്റ് പ്രോസസ്സാണ് പർച്ചേസിങ് തന്നെ ഡയറക്റ്റ് പർച്ചേസിങ്ങും സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങും. പിന്നെ അതിൻ്റെ പർച്ചേസിങ് പ്രൊസീജിയർ എന്താണെന്നുള്ളത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അതിൻ്റെ മെത്തേഡ്സും സ്റ്റോഴ്സ് കൺട്രോളൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇതിപ്പം ഒരു റിവിഷൻ എന്ന രീതിയിൽ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തു പോരുകയാണ്. നിങ്ങളിത് മാക്സിമം എന്ത് ചെയ്യാം, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ എക്സാമിന് പഠിക്കുന്ന അതേ രീതിയിൽ എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്തു പോവുക. നമുക്ക് ഇതിൻ്റെ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം.